ഒരു ഹൈപ്പർ ടെൻഷൻ ഉള്ള രോഗി ഉറപ്പായിട്ടും അവോയ്ഡ് ചെയ്യേണ്ട ചില സാധനങ്ങളുണ്ട്. ഒരു കാരണവശാലും പ്രോസസ്ഡ് ആയിട്ടുള്ള ജങ്ക്, കാലറി, പാക്കേജ്ഡ് ഫുഡ് ഈ വ്യക്തികൾ കഴിക്കാതിരിക്കാൻ തന്നെ നോക്കുക. ഇതിലിപ്പോൾ എന്തൊക്കെയാ വരിക? പിക്കിൾസ് വരും. വീട്ടിലിടുന്ന അച്ചാറുകളെക്കാളും പലപ്പോഴും നമ്മൾ പുറമേന്ന് പർച്ചേസ് ചെയ്യുന്ന അച്ചാറുകളിൽ അത് പ്രിസർവ്ഡ് ആയിട്ടിരിക്കാൻ വേണ്ടി ഉപ്പിന്റെയും അല്ലാതെ തന്നെ സോഡിയത്തിന്റെ അളവും കൂടുതലായിരിക്കും. ഇത് കൂടാതെ ഉപ്പ് ചേർന്ന സ്നാക്സ്, ഈ ചിപ്സ് വർഗത്തിൽ വരുന്ന ഒരു കാറ്റഗറി ഉണ്ട്. ഒരു പല കളറിലെ പാക്കറ്റ്സിൽ ഇങ്ങനെ തൂങ്ങി കടയ്ക്കും ബേക്കറിക്കും ഒക്കെ അലങ്കാരമായി കിടക്കുന്ന ഒരു കാറ്റഗറി ഓഫ് സ്നാക്സ് ഉണ്ട്. അത്തരത്തിലെ ഭക്ഷണങ്ങൾ ഹൈപ്പർ ടെൻസീവ് രോഗി എന്ത് കാരണം വന്നാലും ആ രീതിയിൽ തന്നെ അത് മാറ്റേണ്ടതാണ്. പിന്നെ പ്രോസസ്ഡ് ആയിട്ടുള്ള മീറ്റ്, ഇത് പ്രിസർവ് ചെയ്യാൻ വേണ്ടി നല്ല രീതിയിൽ ഇതിനെ ബ്രൈനിൽ മുക്കി അല്ലെങ്കിൽ സോൾട്ടഡ് ആക്കിയിട്ടാണ് ഇത് ഓരോ സംഭവങ്ങളായിട്ട് മാറ്റുന്നത്. അപ്പം അതിലും ഉപ്പിൻ്റെ അളവ് എന്നും കൂടുതലാണ്. ആ ഉപ്പും ഉണക്കമീൻ പോലെ ഉള്ള സാധനങ്ങൾ, പ്രിസർവ്ഡ് ഫിഷ്, മീൻ ഉണക്കിയത്, മീൻ കൊണ്ടാട്ടം എന്നൊക്കെ പറഞ്ഞ് കുറെ സംഭവങ്ങളുണ്ട്. അത്തരത്തിലെ സാധനങ്ങൾ അവോയ്ഡ് ചെയ്യുക. ഇത് കൂടാതെ ഓവറായിട്ട് കോഫി കുടിക്കുന്നതും, കോഫി നമുക്കറിയാം കോഫി ഒരു സ്റ്റിമുലന്റ് ആണ്. അപ്പോൾ ഈ സ്റ്റിമുലന്റ് കുറെ അധികം ചെന്ന് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് ഉറക്കത്തിന്റെ അളവ് കുറയും. ഉറക്കത്തിന്റെ അളവ് കുറയുമ്പോൾ സ്ട്രെസ് ലെവൽസ് കൂടും. അത് നമ്മുടെ ഹൈപ്പർ ടെൻഷൻ കൂട്ടാനായിട്ടുള്ള ഒരു ചാൻസ് എന്നും ഉണ്ട്. അതുകൊണ്ട് ഈ പറഞ്ഞ ഭക്ഷണ സാധനങ്ങൾ ഒരു ഹൈപ്പർ ടെൻസീവ് ആയിട്ടുള്ള പേഷ്യൻ്റ് ഉറപ്പായിട്ടും അവോയ്ഡ് ചെയ്യുക തന്നെ ചെയ്യണം.